अस्सलामुअलैकुम हेलो फ्रेंड्स, वेलकम टू विशास किचन। तो आज हम बनाने जा रहे हैं टाकोस। അതിന് വേണ്ടിയിട്ട് ഒരു ഉള്ളി, ഒരു ക്യാരറ്റ്, ഒരു ക്യാപ്സിക്കം, ബോബീൻ്റെ കഷ്ണം അതിനെ ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് മുറിച്ചിട്ട് എടുക്കണം. മുട്ട കുറച്ചെടുത്തിട്ടില്ലേ അങ്ങനെ വേവിച്ചിട്ട് എടുക്കണം. പിന്നെ അതിനെല്ലാം ഈ ഒരു ബൗളിലേക്ക് ഇടണം. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചില്ലി ഫ്ലവേഴ്സ് ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ആവശ്യത്തിന്, പിന്നെ കുറച്ച് ചീസ് ഇടണം. ചീസ് ഇട്ടിട്ട് പിന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കണം. പിന്നെ ഒരു കോഴി, ഞാനൊരു 3 കഷ്ണം കോഴി എടുത്തിന്, അതിനെ കഴിച്ചിട്ട് എടുത്തിട്ട് കുറച്ച് മിക്സറിൽ പൊടിച്ചിട്ട് ഇട്ടിന്. കോഴി ഇടാതെ നമ്മൾ ഉണ്ടാക്കിയിട്ട് എടുക്കാം. പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ടാഞ്ഞ് അതിൻ്റെ മുകൾക്ക് കുറച്ച് സോസും പിന്നെ മൈനീസ് ഇടണം. ഇട്ടിട്ട് ഇതേമാതിരി പരത്തിയിട്ട് എടുക്കണം. ഇതേമാതിരി മിക്സ് ആക്കിയിട്ട് ഇടണം. മുകളിൽ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ട് മസാല ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടില്ല, മസാലിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പരത്തിയിട്ടാൽ മതി. ഇതേമാതിരി പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ചീസ് ഇടണം. ചീസ് ഇട്ട് പിന്നെ ഇതേമാതിരി മടക്കിയിട്ട് എടുക്കണം. ഇത് പിന്നെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് നെയ്യ് ബട്ടറാ ഇട്ടാൽ മോശമില്ല. ഞാൻ നെയ്യിട്ടത് നെയ്യിട്ടിട്ട് ഇതിൻ്റെ മുകളിലേക്ക് 2 ചപ്പാത്തി ആക്കിയിട്ട് എടുത്ത് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇതേമാതിരി ഇതൊക്കെ 2 ചപ്പാത്തീനെ വെച്ചിട്ട് ഇതേമാതിരി പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കനത്തിരക്കണം. ചെറിയ മെല്ലെ കേസാക്കിയിട്ട് വെക്കണം. ചെറുങ്ങനെ ഇതേമാതിരി കാച്ചിട്ട് എല്ലാം എടുക്കണം. എല്ലാം ഉണ്ടാക്കിയിട്ട് ഇതേമാതിരി എടുക്കണം. ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ചായൻ്റെ അകത്ത് തിന്നാൻ. ഇതേമാതിരി നോക്കൊരു സൈഡ് കാഞ്ഞ പിന്നെ ഒരു സൈഡ് മറിച്ചിട്ട് ഇടണം. പിന്നെ 2 സൈഡ് കാഞ്ഞ പിന്നെ അതിനെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇടണം. പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ടൊമാറ്റോ സോസ, ചട്നിയ, മൈനീസ് അതിൻ്റെ അകത്ത് തിന്നണം. ഇങ്ങനെ മുറിച്ചിട്ട് എടുക്കണം 4 കഷ്ണമാക്കിയിട്ട്. നോക്കി ഇതേമാതിരി മുറിച്ചിട്ട് എടുക്കണം. പിന്നെ ഇതിനെ ചട്നി, ടൊമാറ്റോ സോസ, മൈനീസ് ഇതിൻ്റെ മുകളിലേക്കില്ലേ നെയ്യിടണം. ഇതിൻ്റെ മുകളിലേക്ക് നെയ്യിട്ടിട്ട് എടുക്കണം കുറച്ച്. പിന്നെ ടൊമാറ്റോ സോസ, മൈനീസ്, ചട്നി അതിൻ്റെ അകത്ത് തിന്നണം. ഈ വീഡിയോ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നല്ല എങ്കിൽ ലൈക്ക് ഷെയർ ആക്കാൻ മറക്കണ്ട. പുതിയ വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.